രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കൊണ്ടാഴി മണ്ഡലം 98 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂതാൻ കോളനിയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം UDF ചെയർമാൻ K. ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി K. സുദേവൻ അധ്യക്ഷനായ ചടങ്ങിൽ ജയപ്രകാശൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് സെക്രട്ടറി ബിജു തടത്തിവിള മുഖ്യപ്രഭാഷണം നടത്തി. EK മനോജ്, സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾക്ക് ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് നന്നായി അറിയാം. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് നല്ല പ്രത്യേകത ഉള്ളതാണ്. 5 വർഷം MP ആയി തുടർന്നപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ ഒരു MP ഉണ്ട് എന്നറിഞ്ഞത് രമ്യ ഹരിദാസിൽ വന്നതിൽ പിന്നെയാണ്. അതിനു മുമ്പേ MP-മാർ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാനും കൂടി പറ്റിയിരുന്നില്ല. ഇന്ന് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് ഭൂതാൻ കോളനിയിലാണ്. ഈ ഭൂതാൻ കോളനിയിൽ നടക്കുമ്പോൾ നമ്മുടെ 2ാം വാർഡിന്റെ തന്നെ പ്രത്യേകത, ഈ വാർഡിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് MP-യുടെ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നതിന്റെ, ഈ വിശദീകരണ യോഗം നടക്കുന്നതിന്റെ ഇവിടെ ഈ മിനി മാസ്റ്റർ, ഹൈ മാസ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത് MP-ആണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം വാർഡിൽ 3 മിനി മാസ്റ്ററുകളാണ് തന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കായിക പ്രേമികൾക്ക് ഉൾപ്പെടെ ഇന്ന് ഇവിടെ ഈ ഒരു ഷട്ടിൽ കോർട്ട് നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ MP-യുടെ ഫണ്ടിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുവാൻ MP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റോഡുകൾ നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുവാനായാലും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാതെ ഒരുപാട് കുടിശ്ശികകൾ ആയിട്ടാണ് പോകുന്നത്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന മാതിരിയാണ് ഇപ്പൊ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ സമ്പന്നന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മുഴുവൻ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നയം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും എല്ലാ സാധനങ്ങൾക്കും, നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും വമ്പിച്ച രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന് വില കുറവുള്ള സന്ദർഭത്തിൽ പോലും ഇന്ത്യ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും മണ്ണെണ്ണയ്ക്കും ഒക്കെ തന്നെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അംബാനിയെയും അദാനിയെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ്. എന്താ കാരണം? രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ്. രാജ്യം ദാരിദ്ര്യ അവസ്ഥയിലാണ്. അപ്പോഴേ കമ്മ്യൂണിസവും BJPയും വളരും. അവിടെ നമുക്ക് മതം പറയാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കമ്മ്യൂണിസം പറയാനായിട്ട് പറ്റും. അപ്പോഴാണ് പണ്ട് കാലത്തൊക്കെ നാടകങ്ങളിൽ അശ്വമേധവും പ്രസ്ഥാനത്തെ വളർത്തിയതുപോലെ ഉള്ള ഒരു തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ആ ശ്രമത്തെ നമുക്ക് ചെറുക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെയും കുറെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഇവിടുന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോ പോകുന്നതിൽ 16% ഇവിടെ ഏറെ പ്രിയമുള്ള ഭൂതാൻ കോളനി നിവാസികളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുന്നമേ തന്നെ വളരെ കൃത്യമായിട്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്, രാഷ്ട്രീയ യുദ്ധം. നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം ഒരു രാഷ്ട്രീയ യുദ്ധമാകുമ്പോൾ 2 വശത്തുള്ള ആളുകളുടെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒരു ആളാണ് ജയിക്കുക. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇന്ത്യ മുന്നണിയാണ്. ഈ യുദ്ധത്തിൽ ജയിക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ജനതയ്ക്ക് ആവശ്യമുണ്ട്.
അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ ജനങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ 10 വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP സർക്കാരാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി കോട്ടിട്ട ഒരു രാജാവായി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ഒരു ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം വിശേഷിപ്പിച്ച ഓട്ടച്ചങ്കുള്ള പിണറായി വിജയനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ, നമ്മുടെ സ്ഥാനാർത്ഥി മുൻപ് ഇവിടെ MP ആയിരുന്ന, തുടർന്നും MP ആവാൻ വേണ്ടി മത്സരിക്കുന്ന രമ്യ ഹരിദാസ്,